അപ്പോൾ 12 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രീവിയസ് ഇയർ കാലയുടെ 3-ാം ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങൾ ടൈം ടേബിൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് പ്രധാനമായും കൺജങ്ഷൻസും അതുപോലെ പ്രപ്പോസിഷനുമാണ്. നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ചിന്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്, 2 ടോപ്പിക്കാണ് ഇത്. ഒന്ന് കൺജങ്ഷൻ, മറ്റൊന്ന് പ്രപ്പോസിഷൻസ്. വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട വലിയ ടോപ്പിക്കാണ്. വലിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇന്ന് 2 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ നോക്കിയ 3 ടോപ്പിക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ടോപ്പിക്കിൽ നിന്നുമുള്ള 25 ചോദ്യങ്ങൾ, അങ്ങനെ 50 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാതൃകാപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ചോദ്യങ്ങൾ പരിശീലിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ വരുന്ന ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളിതാ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1, വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ്. ഇൻ ദിസ് സെന്റൻസ് ആൻഡ് ഈസ്. രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ്. ഇൻ ദിസ് സെന്റൻസ് ആൻഡ് ഈസ്. ഈ പറഞ്ഞ സെന്റൻസിനകത്ത് ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ, റിയലി സോറി, ഓപ്ഷൻ എ conjunction, option B interjunction, option C pronoun, option D adjectives. Okay, really sorry, നമ്മുടെ ടെക്നിക്കൽ ടീം നമ്മളെ കോണ്ടാക്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതാണ് ശരി ഉത്തരം? വളരെ സിമ്പിൾ ആണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് കൺജങ്ഷൻ ആണ്. ആൻഡ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ ആണ്. ആൻഡ് ഒരു കൺജങ്ഷൻ ആണ്. അപ്പൊ ഏതൊക്കെ കൺജങ്ഷൻസ് ഉള്ളത് നമുക്കറിയാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഗീത വർക്ക്ഡ് ഹാർഡ് ഡാഷ് നോട്ട് സക്സീഡഡ്. ഇവിടെ ഏതായിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ള കൺജങ്ഷൻ? ബട്ട് ആൻഡ് ദാറ്റ് ആസ്. സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാ? പറഞ്ഞോളൂ. ഏതായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ? വളരെ സിമ്പിൾ ആണ് അല്ലേ? ബട്ട് അത് വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവും. ഗീത വർക്ക്ഡ് ഹാർഡ്. ഗീത കഠിനമായി പരിശ്രമിച്ചു, പക്ഷേ നോട്ട് സക്സീഡഡ്, വിജയിച്ചില്ല. എങ്ങനെയാ നമുക്ക് ഈ ബട്ടാണെന്ന് മനസ്സിലായത്? ഇത് വായിക്കുമ്പോൾ തന്നെ അല്ലേ, ഗീത വർക്ക്ഡ് ഹാർഡ്, നന്നായി ശ്രമിച്ചു. അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന ഭാഗത്തിൽ നിന്ന് വിരുദ്ധമായ ഒരു ഭാഗമാണ് പിന്നീട് 2-ാം ഭാഗത്തിൽ, വാചകത്തിന്റെ അല്ല വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ നേരെ വിപരീതമായ ഒരു സംഗതിയാണ് നടക്കുന്നതെങ്കിൽ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പക്ഷേ എന്ന അർത്ഥത്തിൽ വരുന്ന ഇടങ്ങളിൽ ബട്ട് ഉപയോഗിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Which conjunction is suitable to join the sentence given below? He is lucky, he won a lottery. ഏതായിരിക്കും ഇവിടെ ശരി ഉത്തരം? ശരിക്കും വായിച്ചു നോക്കൂ. Which conjunction is suitable to join the sentence given below? He is lucky, he won a lottery. ആൻസർ ചെയ്തോളൂ. Which conjunction is suitable to join the sentence? താഴെ തന്നിരിക്കുന്ന 2 സെന്റൻസുകളെ ഇവിടെ ഏതോ ഒരു കൺജങ്ഷൻ വെച്ചുകൊണ്ട് യോജിപ്പിച്ചാൽ ഇതിന് മറ്റൊരു അർത്ഥം ലഭിക്കും, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആക്കാൻ സാധിക്കും. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. 4. എന്താ ഈ 4 ഇവിടെ വരാൻ കാരണം? അപ്പൊ എന്താ ഈ 4ന്റെ അർത്ഥം? നമ്മൾ ഇത്രയും കാലം 4 എന്ന് പഠിച്ചത്, 4 എന്ന് പറഞ്ഞാൽ അർത്ഥം പഠിച്ചിട്ടത് വേണ്ടി 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 എന്നാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വേണ്ടി എന്ന് വരിക? എന്നാൽ ഇവിടെ വേണ്ടി എന്നല്ല അർത്ഥം. ആ 4 വേറെ, ഈ 4 വേറെ. കണ്ട 2 പേരും ഒരുപോലെയാണ്. 2 പേരെയും കാണാൻ ഒരുപോലെയാണ്. FOR. ആദ്യം പറഞ്ഞ വേണ്ടി എന്ന അർത്ഥത്തിൽ പറഞ്ഞ 4 ഉണ്ടല്ലോ, അതൊരു പ്രപ്പോസിഷനാണ്. ഇവിടെ പറഞ്ഞ 4 അതൊരു കൺജങ്ഷനാണ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ സോ എന്ന് പറയാറില്ല, സോ, ആ അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 4, ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ കൺജങ്ഷൻ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഐ റാൻ ഫാസ്റ്റ് ബട്ട് മിസ്ഡ് ദ ട്രെയിൻ. ഈ സെന്റൻസിനകത്ത് ഒരു കൺജങ്ഷൻ ഉണ്ട്. ഏതായിരിക്കും ആ കൺജങ്ഷൻ? ഐഡന്റിഫൈ ദ കൺജങ്ഷൻ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഐ റാൻ ഫാസ്റ്റ് ബട്ട് മിസ്ഡ് ദ ട്രെയിൻ. ലളിതമാണല്ലേ? തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന്റെ ആൻസർ ചെയ്തവർക്കൊന്നും ഇത് മാറിപ്പോവില്ല. തീർച്ചയായിട്ടും ബട്ടാണ് കൺജങ്ഷൻ. റാൻ ഒരു വെർബാണ്, ഫാസ്റ്റ് ഒരു വെർബാണ്, ദ ഒരു ആർട്ടിക്കിൾ ആണ്.
ബട്ടാണ് കൺജങ്ഷൻ. അപ്പൊ ഈ കൺജങ്ഷൻ ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നം കേട്ടോ. നമുക്ക് നോക്കാം. ഇറ്റ് ലുക്സ് ഡാഷ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അഞ്ചാമത്തെ ചോദ്യമാണ്. ഇറ്റ് ലുക്സ് ഡാഷ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഏതായിരിക്കും അവിടെ ശരി? ഇഫ്, ആസിഫ്, വാട്ട് എവർ, നണ്ണ. ഇവിടെ വന്നിരിക്കുന്ന കൺജങ്ഷൻ എന്ന് പറയുന്നത് ആസിഫാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കാരണം അവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യുന്നത് പോലെ തോന്നുന്നു. എന്നതുപോലെ എന്നാണ് ആസിഫിന്റെ അർത്ഥം. എന്നതുപോലെ. ആസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ആസ്. ആസിഫ് എന്ന് പറഞ്ഞാൽ എന്നതുപോലെ, അങ്ങനെ സംഭവിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നതാണ് ആസിഫ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആസ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഒക്കെ നേരത്തെ നിങ്ങൾ ബട്ട് കണ്ടിട്ടുണ്ടാവും. അതെല്ലാം കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് അറിയപ്പെടുന്നത്. എന്താണ് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്? കോഓർഡിനേറ്റിംഗ്. എത്ര തരം കൺജങ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്? 3 തരമുണ്ട്. ഒന്ന് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ പഠിക്കണം. 2 കോ റിലേറ്റീവ് കൺജങ്ഷൻസ് പഠിക്കണം. സബോർഡിനേറ്റിംഗ് പഠിക്കണം. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് പഠിക്കണം. പിന്നെ കോറിലേറ്റീവ്സ്. കോറിലേറ്റീവ് കൺജങ്ഷൻ അല്ലെങ്കിൽ കോറിലേറ്റീവ്സ്. ഇത് 3മാണ്. അതിൽ ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. അതിനെ നമ്മൾ ഫാൻ ബോയ്സ് എന്ന് വിളിക്കുക. എന്താണ് ഫാൻ ബോയ്സ്? എഫ് എന്ന് പറഞ്ഞാൽ ഫോർ. നേരത്തെ കണ്ടില്ലേ ഫോർ? ഇത് വേണ്ടി എന്ന ഫോർ അല്ല, അതുകൊണ്ട് എന്ന് പറഞ്ഞ ഫോർ ആട്ടോ. എ ആൻഡ്, ഓക്കെ, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. അപ്പൊ ഇത് മറക്കരുത്. ഇതാണ് ഫാൻ ബോയ്സ് എന്ന് പറയുന്നത്. ഇതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അതാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കൂ. ആസിഫ്, ഇതൊരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ആസിഫ് എന്ന് പറയുന്നത്. സോയും ഫോറും ഓപ്ഷനിൽ വരില്ല. അരുൺ സി ഒരുമിച്ച് തരില്ല. ഒരേ അർത്ഥമുള്ള കൺജങ്ഷൻ ആണ് കേട്ടോ. 6ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹി ലുക്സ് ആസ് ഇഫ് ഹി ഡാഷ് റിച്ച്. ഏതാ അവിടെ ശരി ഉത്തരം? ഹി ലുക്സ് ആസ് ഇഫ് ഹി ഡാഷ് റിച്ച്. Is, was, where, might have been. ഏതാ ശരി ഉത്തരം? ആൻസർ ചെയ്തോളൂ. He looks as if he dash rich. അവൻ ഒരു ധനികനെ പോലെ, ഒരു റിച്ച് എന്ന പോലെ തോന്നുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ വേറാണ് വേണ്ടത്. അതെന്തുകൊണ്ടാ? ആസിഫ് വെച്ചുകൊണ്ട് ഒരു ഇമാജിനറി കണ്ടീഷൻ പറയുമ്പോൾ, ഇമാജിനറി അതായത് നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ഇമാജിനേഷനിൽ കാണാറുള്ളത്. അപ്പോൾ ശരിക്കുമല്ലാത്ത ചില സംഗതികളെ ഇമാജിനറി ആയിട്ട് കാണുമ്പോൾ അവൻ പണക്കാരനാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് പറയും. ഇമാജിനറി കണ്ടീഷൻസ് പറയുമ്പോൾ നമ്മൾ വേർ ഉപയോഗിക്കുന്നു സിംഗുലറിന്റെ കൂടെ. ഐ വേർ എന്ന് പറയാറുണ്ട്. ഐന്റെ കൂടെ ശരിക്കും വാസാണ്. പക്ഷെ ഐ വേർ എന്ന് പറഞ്ഞാൽ അത് ഇമാജിനറി എന്ന് മനസ്സിലായിക്കൂടാ. ഹീ വേറെന്നോ ഷീ വേറെന്നോ പറഞ്ഞാൽ ഷീന്റെയും ഹീന്റെ ഒക്കെ കൂടെ വാസ ഉപയോഗിക്കേണ്ടത്. പക്ഷെ എവിടെയെങ്കിലും മനഃപൂർവ്വം വേർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമാജിനറി കണ്ടീഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് പറയാം. ഇഫ് ഐ വേർ എ ബേർഡ്, ഐ വേർ എ ബേർഡ്. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ സാധ്യതയുണ്ടാവും? ഒരിക്കലും ആവില്ല. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് ഐ വാസ് എ ബേർഡ് എന്ന് പറയാമായിരുന്നു. പക്ഷെ ഐ വാസ് എന്ന് ബേർഡ് എന്ന് പറയാതെ ഐ വേർ എ ബേർഡ് എന്ന് പറയണമെങ്കിൽ അതൊരു ഇമാജിനറി കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ആസിഫ് വെച്ചുകൊണ്ട് ഇമാജിനറി കണ്ടീഷൻ പറയുമ്പോൾ വാസിന് പകരം വേർ ഉപയോഗിക്കണം. 7ാമത്തെ ചോദ്യം. ഓ, she was treating the strange boy as he was her own son. ഏതായിരിക്കും അവിടെ ശരി ഉത്തരം? ഇത്ര നേരം പറഞ്ഞു തന്നെ എന്ന പോലെ. എങ്ങനെയാ നോക്കിയത്? she was, അവര് സ്ട്രേഞ്ച് ആയിട്ടുള്ള അപരിചിതനായ കുട്ടിയെ സ്വന്തം മകനെന്ന പോലെ, മകനെന്ന പോലെ നോക്കി. 8ാമത്തെ ചോദ്യം. യു ഷുഡ് ഇൻഷുർ യുവർ ഹൗസ് ഡാഷ് ദർ ഇസ് എ ഫയർ. ഇവിടെ ഏതായിരിക്കും നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ? യു ഷുഡ് ഇൻഷുർ യുവർ ഹൗസ്. നീ നിർബന്ധമായിട്ടും നിന്റെ വീട് ഇൻഷുർ ചെയ്യണം. കാരണം എന്താ? അവിടെ ദർ ഇസ് എ ഫയർ. ഫയർ ഉണ്ടായാലോ എന്നാണല്ലോ, ഒരു സാധ്യതയെ കുറിച്ചല്ലേ പറയുന്നേ. അപ്പൊ അഥവാ തീ പിടിച്ചാലോ, അഥവാ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഓപ്ഷനിലുണ്ട്. അതേതാ? അഥവാ. ഒരു സംശയം വേണ്ട. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ അഥവാ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം.
അടുത്ത ചോദ്യത്തിലേക്ക്, 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 9ാമത്തെ ചോദ്യം, ഹി ഫെയിൽഡ് ഡാഷ് ഹിസ് ബെസ്റ്റ് എഫർട്ട്. ഇവിടെ ഏതാ ശരി ഉത്തരം? ഹി ഫെയിൽഡ് ഡാഷ് ഹിസ് ബെസ്റ്റ് എഫർട്ട്. അദ്ദേഹം ഫെയിലായി എന്ന് മനസ്സിലായി, ബെസ്റ്റ് എഫർട്ട് ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഈ ബെസ്റ്റ് എഫർട്ട് കണക്കിലെടുക്കാതെ, ബെസ്റ്റ് എഫർട്ട് ചെയ്തിട്ടും നന്നായി ശ്രമിച്ചിട്ടും അത് കണക്കിലെടുക്കാതെ ഫെയിൽ ആയിട്ടുണ്ടെന്നാണല്ലോ അർത്ഥം. അപ്പോൾ അത് കണക്കിലെടുക്കാതെ, അത് പരിഗണിക്കാതെ, അതിനെ കണക്കിലെടുക്കാതെ എന്ന അർത്ഥത്തിൽ പറയാൻ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ കൂടെ ഉണ്ടല്ലോ. ഏതാത്? ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന പ്രയോഗം, ഇൻസ്പൈറ്റ് ഓഫ്, കണക്കിലെടുക്കാതെ, അത് പരിഗണിക്കാതെ, അത് കണക്കിലെടുക്കാതെ, അത് കാര്യമാക്കാതെ എന്നൊക്കെ അതിന്റെ അർത്ഥം. ഇതിന് ഈക്വൽ ആയ ഒരു പ്രയോഗമാണ് ഡെസ്പൈറ്റ്. ഇതേ വാക്കിന്റെ ഇവിടെ കൊണ്ട് ഡെസ്പൈറ്റ് വെച്ചാലും ഇൻസ്പൈറ്റ് ഓഫ് വെച്ചാലും ബോത്ത് ആർ കറക്റ്റ്, രണ്ടും സെയിം ആണ്. ഈ ഡെസ്പൈറ്റിന്റെ കൂടെ എന്തുണ്ടാവില്ല? ഓഫ് ഉണ്ടാവില്ല കേട്ടോ. ഡെസ്പൈറ്റ് ഓഫ് അല്ല, ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ്, അത് മറക്കരുത്. ഇൻ സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ എഴുതും. ഇൻ സ്പൈറ്റ് ഓഫ് എന്നും എഴുതാം, ഒരുമിച്ചും എഴുതാം. പക്ഷെ നമ്മുടെ ഡിക്ഷണറികളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ആണ് അപ്രൂവഡ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇൻസ്പൈറ്റ് ഓഫ് ഇങ്ങനെയാണ് എഴുതി കാണുന്നത്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക, രണ്ട് രീതിയിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ ഡിക്ഷണറികളിലൊക്കെ വേറിട്ടാണ് എഴുതി കാണുന്നത്. അപ്പോൾ രണ്ടും ശരിയാണ്, രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ഡെസ്പൈറ്റിന്റെ കൂടെ ഓഫ് ഇല്ല. ഓക്കെ. 10ാമത്തെ ചോദ്യം, ഡാഷ് ദ പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് ദ ക്രൗഡ് ഇസ് ഗ്രോയിങ്. പ്രൊഹിബിറ്ററി ഓർഡർ ഉണ്ട്, ഓക്കെ, നിരോധിത മേഖലയാണ്. എന്നിട്ടും ദ ക്രൗഡ് ഇസ് ഗ്രോയിങ് എന്ന് പറയുമ്പോൾ അവിടെ ഏതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മുടെ കൊറോണയുടെ ഒക്കെ സീസണില്, COVID-19 ഒക്കെ സീസണിൽ ഒരു അതുമായി ബന്ധപ്പെടുത്തി പറയാത്തൊരു സെന്റൻസ് ആണത്. ഇൻസ്പൈറ്റ് ഓഫ്, അല്ലെ, അത് കണക്കിലെടുക്കാതെ, പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് കണക്കിലെടുക്കാതെ, ഇൻസ്പൈറ്റ് ഓഫ് ദ പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് ദ ക്രൗഡ് ഈസ് ഗ്രോയിങ്. പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് കണക്കിലെടുക്കാതെ ആളുകൾ തടിച്ചു കൂടുന്നു, ആൾക്കൂട്ടം കൂടുന്നു. അപ്പൊ ഇതിനകത്തുണ്ടോ? അയ്യോ, ഇതിനകത്ത് ഇൻസ്പൈറ്റ് ഓഫ് ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഇൻസ്പൈറ്റ് ഓഫിന്റെ അപരനുണ്ട്. ആരാത്? ഡെസ്പൈറ്റ്. രണ്ടും ഒരേ അർത്ഥാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 11ാമത്തെ ചോദ്യം, ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ് വിത്ത് ദ ഇലക്ഷൻ. അപ്പോൾ അവന് ഇലക്ഷൻ ജയിച്ചില്ല, അദ്ദേഹം ഇലക്ഷൻ ജയിച്ചില്ല എന്ന് ഉറപ്പായി. പക്ഷെ അദ്ദേഹം വളരെ പോപ്പുലറാണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? ഈ പറയുന്ന ഓപ്ഷൻസ് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കേസ് 1, ഹിസ് എന്ന് പറയുന്നത് എന്താണ്? ഹിസ് ഒരു പൊസസീവ് പ്രോനൗണാണ്. പൊസസീവ് പ്രോനൗൺ. പോപ്പുലാരിറ്റി ഒരു നൗണാണ്. അപ്പോൾ ഒരു നൗണും ഒരു പൊസസീവ് പ്രോനൗണും വരികയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിൽ ഇൻസ്പൈറ്റ് ഓഫ് ആയിരിക്കും. ഇൻസ്പൈറ്റ് ഓഫിന്റെയും ഡെസ്പൈറ്റിന്റെയും റൂൾ അങ്ങനെയാണ്. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്, ഇത് രണ്ടും കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? പൊസസീവ് പ്രോനൗൺ വേണം, പ്ലസ് നൗണും വേണം. ഇതാണ് ഓർഡർ. അപ്പൊ ഇത് രണ്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതാണ് ശരി. ദോ ഇവിടെ പറ്റില്ല, ഓൾ ദോയും ഡെസ്പൈറ്റ് ഓഫും പറ്റില്ല. എന്തുകൊണ്ടാണ് ഡെസ്പൈറ്റ് പറ്റാത്തത്? ഇവിടെ ഓഫ് വരാൻ പാടില്ല. ഡെസ്പൈറ്റിന് ഇവിടെ ഓഫ് ഇല്ല, അതുകൊണ്ടാണ് ഡി തെറ്റിയത്. വെറും ഡെസ്പൈറ്റ് ആയിരുന്നെങ്കിൽ അത് ശരിയാകുമായിരുന്നു. 12ാമത്തെ ചോദ്യം, വി റെസ്യൂംഡ് ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. ഏതായിരിക്കും ഇവിടെ സ്യൂട്ടബിൾ? 2003 ഒരു LDCയുടെ ചോദ്യം. വൈൽ, വെയർ, ആസ് സൂൺ ആസ്, ഇമ്മീഡിയറ്റ്ലി, ഏതായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള പ്രയോഗം? ഒന്ന് ആലോചിച്ചാൽ കിട്ടും. സിമ്പിളാണ്. റെസ്യൂംഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്ന റെസ്യൂം. റെസ്യൂം എന്ന് പറഞ്ഞാൽ വീണ്ടും പ്ലേ ചെയ്യുക, ആവർത്തിച്ച് കാണുക എന്നാണ് അർത്ഥം. തുടരുക എന്നാണ് അർത്ഥം. കണ്ടിന്യൂ എന്നാണ് അർത്ഥം. വി റെസ്യൂംഡ് ദ ഗെയിം, ഞങ്ങൾ കളി തുടർന്നു. എപ്പോ? ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്, മഴ നിന്നയുടനെ. മഴ നിന്നയുടനെ
ആസ് സൂൺ ആസ്, ഉടനെ തന്നെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് ആസ് സൂൺ ആസ് ആണ്. ആസ് സൂൺ ആസ്. ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. ഏതാ 13ാമത്തെ ചോദ്യം നോക്കൂ. യു ക്യാൻ ടെലഫോൺ മീ, നിനക്ക് എന്നെ ടെലഫോൺ ചെയ്യാം, എന്നെ വിളിക്കാം. ഡാഷ് യു ലൈക്ക്. അത് വായിക്കുമ്പോഴേ നമുക്ക് ആൻസർ അങ്ങോട്ട് വരും. ഒന്ന് വായിച്ചു നോക്കിയേ, ഏതാണ് അവിടെ ശരി ഉത്തരം? വളരെ സിമ്പിൾ. whenever, നിനക്ക് ആവശ്യമുള്ളപ്പോഴല്ല, നിനക്ക് എപ്പോഴൊക്കെയാണോ പറ്റുന്നത് അപ്പോഴൊക്കെ എന്നെ ഫോൺ ചെയ്യുള്ളൂ. യു ക്യാൻ ടെലഫോൺ മീ whenever. സമയത്തെ സൂചിപ്പിക്കുന്നത്. സ്ഥലമാണെങ്കിൽ നമ്മൾ wherever പറയും. വസ്തുവാണെങ്കിൽ whichever. ഏതൊക്കെയാണോ വേണ്ടത് whichever. എന്തൊക്കെയാണോ വേണ്ടത് whatever. എപ്പോഴൊക്കെയാണോ whenever. എവിടെയൊക്കെയാണോ wherever. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 14ാമത്തെ ചോദ്യം. ഐ വിൽ ഫൈൻഡ് യു ഡാഷ് യു ഹൈഡ്. ഹൈഡ് ഒളിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഹൈഡ് ഒളിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്ലേസുമായി ബന്ധപ്പെട്ടതാണ്. പ്ലേസുമായി ബന്ധപ്പെട്ടതാണ്. ഏതാ അവിടെ ശരി ഉത്തരം? ഐ വിൽ ഫൈൻഡ് യു ഡാഷ് യു ഹൈഡ്. ഓപ്ഷൻ എ വേർ, ബി wherever, സി whenever, ഡി whichever. യെസ്, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമാണ്. പ്ലേസ് ആണ്, വേർ. എവിടെയാണോ, എവിടെയൊക്കെ അല്ലേ. ഐ വിൽ ഫൈൻഡ് യു, ഞാൻ കണ്ടെത്തും. wherever you find, നീ എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ. അടുത്തത്. The boy cried out. Boy cried out. Dash he saw a snake. അതിന്റെ ചോദ്യം വായിച്ചാൽ തന്നെ ആൻസർ ഇങ്ങ് വരും അല്ലേ. ഇതൊക്കെ നിസ്സാരമായ ചോദ്യങ്ങളാണ്. എന്താ അതിന്റെ അർത്ഥം? പാമ്പിനെ കണ്ടപ്പോൾ ബോയ് കരഞ്ഞു, ഉറക്കെ കരഞ്ഞു. അപ്പോൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഏതാണ്? നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചോദ്യവാക്കുകൾ WH വേർഡുകളാണ്. വാട്ട്, വേർ, വൈ, വെൻ, ഹൗ. ഇതിൻ്റെയൊക്കെ അർത്ഥം ചോദിച്ചാൽ നിങ്ങൾ പറയും വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വേർ എന്ന് പറഞ്ഞാൽ എവിടെ, വൈ എന്ന് പറഞ്ഞാൽ എന്ത് കൊണ്ട്, വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. എന്നാൽ ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ ഇതെല്ലാം ചോദ്യമായി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ ഇതൊരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഒരു സെന്റൻസിന്റെ നടുക്കിൽ ഒരു കൺജങ്ഷൻ ആയിട്ട് വന്നാൽ, ഒരു കൺജങ്ഷന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഇതിനൊക്കെ വിപരീത അർത്ഥമാണ്. എന്ത് എന്നതിന് പകരം അത്, ഇതിന്റെ വിപരീത അർത്ഥം വരും. എവിടെ എന്നതിന് പകരം അവിടെ. വേർ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ എന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഐ സാറ്റ്, ഞാൻ ഇരുന്നു. വേർ യു സാറ്റ്, അല്ലെങ്കിൽ യു ഹാഡ് സിറ്റൻ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ വേറിന്റെ അർത്ഥം എന്താ? നീ ഇരുന്ന അവിടെ ഞാൻ ഇരുന്നു എന്നല്ലേ. അപ്പൊ വേറിന് അവിടെ നിന്ന് അർത്ഥമല്ലേ. വൈക്ക് എന്തുകൊണ്ടെന്ന് മാത്രമല്ല അതുകൊണ്ടെന്ന് അർത്ഥമുണ്ട്. എപ്പോൾ എന്ന് മാത്രമല്ല വെന്നിന് അർത്ഥം അപ്പോൾ എന്ന് അർത്ഥമുണ്ട്. എങ്ങനെയെന്നല്ല ഹൗവിന് അർത്ഥം അങ്ങനെയെന്നും അർത്ഥമുണ്ട്. വെന്നിന് അപ്പോൾ എന്ന അർത്ഥം ഉള്ളത് കൊണ്ടാണ് ഈ സെന്റൻസ് ഇവിടെ ഓപ്ഷൻ ഡി ശരിയായി വരുന്നത്. അപ്പൊ ഒരു കൺജങ്ഷൻ ആയിട്ട് വെൻ വരുമ്പോൾ അതിന് ആ സമയത്ത് അപ്പോൾ എന്നാണ് അർത്ഥം. The boy cried out when he saw a snake. പാമ്പിനെ കണ്ടപ്പോൾ. വെന്നും വയലും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. വെന്നും വയലും. പക്ഷെ ഒരു തുടർച്ചയായ ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്ത് നമ്മൾ വയൽ ഉപയോഗിക്കും, തുടരുന്ന പ്രവൃത്തി നടക്കുന്ന സമയത്ത്. അല്ലാതെ ഒരു പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് പോലെയുള്ള സെൻസിൽ വരുമ്പോൾ ആ സമയത്ത് ആ പോയിന്റിനെ കുറിക്കുമ്പോൾ വെന്നും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. അഥവാ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വെന്നിന്റെയും വയലിന്റെയും. നിങ്ങൾക്കത് കാണാം. 16ാമത്തെ ചോദ്യം. ഡാഷ് വി വർ വെരി ബിസി വിത്ത് ദ റിഹേഴ്സൽ. വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം ടു മീറ്റ് യു. ഡാഷ് വി വർ വെരി ബിസി വിത്ത് ദ റിഹേഴ്സൽ. വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം ടു മീറ്റ് യു. ഏതായിരിക്കും ഇവിടെ ശരി ഉത്തരം? ഏതായിരിക്കും? സിമ്പിൾ അല്ലേ? വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം ടു മീറ്റ് യു. നിന്നെ കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഞങ്ങൾ ബിസി ആയതുകൊണ്ട്, ആസ് വി വർ
വെരി ബിസി വിത്ത് റിഹേഴ്സൽ. ഞങ്ങൾ റിഹേഴ്സൽ കൊണ്ട് തിരക്കായത് കൊണ്ട് അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ആസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 17. My brother works in a large office. Dash I work on my own at home. My brother works in a large office. എൻ്റെ സഹോദരൻ ഒരു വലിയ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. I work on my own at home. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് സ്വന്തമായാണ് ജോലി ചെയ്യുന്നത്. ഇതിനെ രണ്ടിനെയും നമുക്ക് ഏത് കൺജങ്ഷൻ വെച്ച് യോജിപ്പിക്കാൻ സാധിക്കും? ഏത് കൺജങ്ഷൻ ആയിരിക്കും ഇവിടെ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഏതാ? മോർ ഓവർ പറ്റുമോ? അവിടെ പറ്റില്ല. കൂടാതെ എന്ന അർത്ഥത്തിൽ മോർ ഓവർ ഉപയോഗിക്കുന്നു. ഫസ്റ്റ്ലി ആദ്യമായിട്ട്, ആക്ച്വലി യഥാർത്ഥത്തിൽ അതൊന്നും പറ്റില്ല. അവിടെ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ട് ഓപ്ഷൻ സി ആയി ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ്. എന്റെ ബ്രദർ വലിയ ഓഫീസിൽ ജോലി ചെയ്യുന്നു. അതേസമയം എന്താ ഈ വേറാസിന്റെ അർത്ഥം എന്താ? അതേസമയം ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹോം. അതേസമയം ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ്. എൻ്റെ സഹോദരൻ വലിയ ഓഫീസിൽ ജോലി ചെയ്യുന്നു. അതേസമയം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. 18ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹി കണ്ടിന്യൂഡ് വർക്കിംഗ് അപ്പ് ഡാഷ് ഇസ് ദാറ്റ്. ഏതാ ശരി ഉത്തരം? until, but, as, however. വളരെ സിമ്പിൾ ആണ്. അദ്ദേഹത്തിന്റെ മരണം വരെ, അതുവരെ എന്ന അർത്ഥത്തിൽ until ഉപയോഗിക്കുന്നു. അതുവരെ. അടുത്ത ചോദ്യം 19. The sell books dash newspapers. ഏതാ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? Where, whenever, as soon as well as. They sell books dash newspapers. അവര് പുസ്തകങ്ങൾ വിൽക്കുന്നു, അതുപോലെ ന്യൂസ് പേപ്പറും വിൽക്കുന്നു. അപ്പൊ അതുപോലെ എന്ന അർത്ഥത്തിൽ ഏതാ ഇവിടെ ശരിയായ കൺജങ്ഷൻ? തീർച്ചയായിട്ടും ആസ് വെൽ ആസ് ആണ്. അതുപോലെ, ആസ് വെൽ ആസ്. 20ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഹാർഡ്ലി ഹാഡ് ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ്. ആൻസർ കണ്ടുപിടിക്കാം. ഇതും സിമ്പിൾ ആയ ഒരു ചോദ്യമല്ലേ? കൺജങ്ഷൻസിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ട ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും ലളിതമായ ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ദാൻ, ബി അൺടിൽ, സി വെൻ, ഡി ആസ്. ഏതാ ശരി ഉത്തരം? ലളിതമായ മറ്റൊരു ചോദ്യം. ഹാർഡ്ലി ഹാഡ് ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ്. ഏതാ? വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എങ്ങനെ മനസ്സിലായി അവിടെ വെൻ എന്ന് പറയുന്ന കൺജങ്ഷൻ ആണ് മിസ്സിംഗ് ഉള്ളത്? അതവിടെ മിസ്സായിട്ടുള്ള കൺജങ്ഷൻ വെൻ ആണ്. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ ഹാർഡ്ലി ഉണ്ട്. ഹാർഡ്ലി കണ്ടാൽ ഹാർഡ്ലി കുത്തു വെൻ, ഹാർഡ്ലി വെൻ എന്നാണ് കൺജങ്ഷൻ. ഹാർഡ്ലി ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വെൻ ഉണ്ടാകും. അപ്പൊ അത് നോക്കിയാൽ മതി. 21ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. The foreigner had a dash got foot on the street when he was knocked down by a car. ഏതായിരിക്കും ഇവിടെ ശരി? The foreigner had a dash got foot on the street when he was knocked down by a car. Foreigner അല്ലെ, വിദേശിയായിട്ടുള്ള മനുഷ്യൻ had a dash got foot on the street. സ്ട്രീറ്റിലേക്ക്, തെരുവിലേക്ക് ഇങ്ങോട്ട് കാല് വെച്ചതും when he was knocked down by a car. ഒരു കാർ വന്ന് അദ്ദേഹത്തെ ഇടിച്ചു. ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രയോഗം ഏതാണ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ മനസ്സിലായത്? ഹാർഡ്ലി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാർഡ്ലി വെൻ ആണ്. ഹാർഡ്ലി കുത്ത് വെൻ. ഹാർഡ്ലി വെൻ ആണ് കൺജങ്ഷൻ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ ഇവിടെ നമ്മളൊരു വെൻ കണ്ടു. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പിൽ ഒരു ഹാർഡ്ലിയുടെ കുറവുണ്ടല്ലോ. ആ ഹാർഡ്ലിയാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് അല്ലെ? ആ സുണാസും ഓൾമോസ്റ്റും നോ സൂണറൊന്നും അവിടെ സൂട്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22ാമത്തെ ചോദ്യം. Scarcely had I reached the station dash the train started. മറ്റൊരു ലളിതമായ ചോദ്യം. ഏതായിരിക്കും ഇവിടെ ശരി ഉത്തരം? Scarcely had I reached the station. ആൻസർ കിട്ടിയപ്പോഴേ അല്ലേ? എങ്ങനെ കിട്ടി? ഓപ്ഷൻ ബി ആണെന്ന് എങ്ങനെ മനസ്സിലായി? Scarcely. Scarcely കണ്ടാൽ scarcely when ആണ്. Scarcely when. തൊട്ട് മുമ്പ് വേറൊരു വാക്ക് പഠിച്ചല്ലോ,
ഹാർഡ്ലി വെൻ. ഈ രണ്ട് കൺജങ്ഷൻ്റെയും ഇതിനെ നമ്മൾ കോറിലേറ്റീവ്സ് എന്ന് വിളിക്കാം. ഈ രണ്ട് കൺജങ്ഷന് ഒരു പ്രത്യേകതയുണ്ട്, രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. രണ്ട് റീപ്ലേസ് ചെയ്യാം. ഹാർഡ്ലി വെൻ ഉപയോഗിക്കാം, സ്കേഴ്സ്ലി വെൻ ഉപയോഗിക്കാം. രണ്ടിനും ഒരു അർത്ഥ വ്യത്യാസമില്ല. ഹാർഡ്ലി വന്നാലും വെൻ വേണം, സ്കേഴ്സ്ലി വന്നാലും വെൻ വേണം. രണ്ടിന്റെ അർത്ഥം നമ്മൾ കഷ്ടിച്ച് ചെയ്യുക എന്നുള്ളതാണ്, കഷ്ടിച്ച്. അടുത്ത ചോദ്യം, 23ാമത്തെ ക്വസ്റ്റ്യൻ. No sooner did the beggar open the gate, dash the dogs began to bark. ഏതായിരിക്കും പെട്ട ശരിയായിട്ടുള്ള ആൻസർ പറഞ്ഞോളൂ. No sooner did the beggar open the gate. ഗേറ്റ് തുറന്നതും, ബഗർ യാചകൻ ഗേറ്റ് തുറന്നതും, the dogs began to bark, പട്ടികൾ കുരയ്ക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതും മറ്റൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് നോ സൂണർ. നോ സൂണർ, കുത്ത് കുത്ത് കുത്ത്, ധാൻ. അതായത് നോ സൂണർ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ധാൻ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. 24ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. either അപ്പു or I dash to play. either or, ഇതും ഒരു കൺജങ്ഷൻ ആണ്. either or ഒരു കൺജങ്ഷൻ ആണ്. എന്താ ഈ കൺജങ്ഷന്റെ മറ്റൊരു പ്രത്യേകത? ഇത് നിങ്ങൾ കോൺകോഡിൽ പഠിച്ചിട്ടുണ്ടാകും. either or, either or, അതുപോലെ neither, nor, not only but also. ഈ പറഞ്ഞ 4 വാക്കുകളെ നിങ്ങൾ പ്രത്യേകം കോൺകോഡിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ 2 സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ. അതിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനെ പരിഗണിച്ച് അതിനനുസരിച്ചുള്ള, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട് അപ്പു. എയ്തറിന്റെയും ഓറിന്റെ ഇടയിൽ 2 സബ്ജക്റ്റുകളുണ്ട്, അപ്പു ഉണ്ട്, ഐ ഉണ്ട്. നമുക്ക് അപ്പുവിനെ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളിവിടെ പരിഗണിക്കുക ഐ. കാരണം ഈ പറഞ്ഞ ഓർ, എയ്തർ ഓർ, നെയ്തർ നോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ വന്നാൽ സെക്കൻഡ് സബ്ജക്റ്റ് പരിഗണിക്കണം. സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ ഐ ആണ്. ഐക്ക് സൂട്ടബിൾ ആയ ഓക്സിലറി വെർബ് ഏതാ? ഐന്റെ കൂടെ ഉപയോഗിക്കുന്ന, ഐന്റെ മാത്രം പ്രിയപ്പെട്ട, ഐന്റെ മാത്രം സവിശേഷതയായ ഒരു ഓക്സിലറി വെർബാണ് ആം. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 25ാമത്തെ ചോദ്യം. either you or she dash got the box. either you or she dash got the box. ഇവിടെ either or എന്ന് പറഞ്ഞ പ്രയോഗം വന്നിരിക്കുന്നു. സ്വാഭാവികമായും രണ്ടാമത്തെ സബ്ജക്റ്റ് പരിഗണിക്കണം. രണ്ടാമത്തെ സബ്ജക്റ്റ് ഷീ ഒരു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി ഹാസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 26ാമത്തെ ചോദ്യം. മൈ ഫാദർ വാസ് ആംഗ്രി, ഡാഷ് മൈ ബിഹേവിയർ. എൻ്റെ അച്ഛൻ എൻ്റെ സ്വഭാവത്തോട്, എൻ്റെ സ്വഭാവം കണ്ടിട്ട് അച്ഛന് ദേഷ്യത്തിലാണ്. അച്ഛൻ്റെ ദേഷ്യം ആരോടാ? എന്നോടല്ല കേട്ടോ, എൻ്റെ സ്വഭാവത്തോടാണ്. ചില ആളുകളുടെ ചോദ്യം അതിനിടയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഞാനിവിടെ പറയുമ്പോൾ തന്നെ ചോദിക്കണം കേട്ടോ. ഓക്കെ, മൈ ഫാദർ വാസ് ആംഗ്രി അറ്റ് മൈ ബിഹേവിയർ. ആംഗ്രി അറ്റ് എന്ന പ്രയോഗം, ആംഗ്രി അറ്റ് എന്നാണ്. ആംഗ്രി അറ്റ് സംതിങ് ആട്ടോ. ഇതിപ്പോ എൻ്റെ ബിഹേവിയർ, മൈ ബിഹേവിയർ ആയതുകൊണ്ടാണ് അവിടെ അറ്റ് വന്നത്. എന്നാൽ അച്ഛന് ദേഷ്യം എന്നോടായിരുന്നെങ്കിലും മൈ ഫാദർ വാസ് ആംഗ്രി ഡാഷ് മീ, എന്നോടാ ദേഷ്യമെങ്കിലോ അപ്പൊ ആംഗ്രി വിത്ത് ആണ് വരിക. ആംഗ്രി വിത്ത് സംബഡി, ആംഗ്രി വിത്ത് സംബഡി, ആംഗ്രി അറ്റ് സംതിങ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. 27ാമത്തെ ചോദ്യം. ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് എ പ്രോപ്പർ പ്രൊപോസിഷൻ. ഹി പോയിന്റഡ് ഡാഷ് ദ ട്രീ. ഹി പോയിന്റഡ് ഡാഷ് ദ ട്രീ. ഏതായിരിക്കും ശരി ഉത്തരം? സിമ്പിൾ ആണ്. പോയിന്റ് അല്ലേ? പോയിന്റഡ് അറ്റ്. പോയിന്റ് കണ്ടാൽ അറിയാം, പോയിന്റ് അറ്റ് എന്നാണ് പറയുക, പോയിന്റ് അറ്റ്. 28ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐ വിൽ മീറ്റ് യു ഡാഷ് ദ ലൈബ്രറി. ഏതാ ശരി ഉത്തരം? ഇനിയുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു പോയാൽ മതിയാകും. വളരെ സിമ്പിൾ ആണ്. ഒരു പ്ലേസ്, ഒരു സ്ഥലം, ഒരു എക്സാക്ട് പ്ലേസ് ആണ് പറയുന്നതെങ്കിൽ ആ പ്ലേസിന്റെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അറ്റ് ആണ്. ഐ വിൽ മീറ്റ് യു അറ്റ് ദ ലൈബ്രറി. 29ാമത്തെ ചോദ്യം. Leather has trouble dash remembering people's names.
ഏതാ ശരി ഉത്തരം? 29ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പറയൂ. ഓപ്ഷൻ എ വിത്ത്, ബി ടു, സി ഫോർ, ഡി ഓൺ. വാർത്ത വായിക്കുന്ന സ്പീഡാണ് ക്ലാസ്. സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുതലാണോ? ആണെങ്കിൽ പറയണം, കുറയ്ക്കാട്ടോ. ഞാൻ ഈ ഒരുപാട് ഇങ്ങനെ സ്ലോ ആക്കിയിട്ട് നിങ്ങൾക്ക് ബോറടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് വേഗം വേഗം ചോദിച്ചു പോകുന്നത്. ഒരു പരീക്ഷയുടെ മൂഡ്, ഒരു ക്വിസിന്റെ മൂഡ് കളയണ്ടെന്ന് കരുതി. സ്പീഡ് കുറയ്ക്കാൻ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ പറയുന്ന പോലെ കേട്ടോ. ലത ഹാസ് ട്രബിൾ വിത്ത് റിമെമ്പറിങ് പീപ്പിൾസ്. ഈ ട്രബിൾ കണ്ടാൽ അറിയാം. ട്രബിൾ വിത്ത് എന്താണ്? ട്രബിൾ വിത്ത് യെസ്. ഓക്കെ ആണെന്ന് അഭിപ്രായമുണ്ട്. സ്പീഡ് കൂടുതലില്ല. ഓക്കെ ഭൂരിപക്ഷം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദിലീപിനെ ഞാൻ ശരിയാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 30ാമത്തെ ചോദ്യം. There was a big crowd. At the market. ഇവിടെ ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ? യൂസ് എ കറക്റ്റ് പ്രൊപ്പോസിഷൻ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻ ഏതാ? വളരെ സിമ്പിളാ. ഏതാ? മാർക്കറ്റ് അല്ലേ, ഒരു പ്ലേസ് ആണ്. തൊട്ട് മുമ്പ് ഞാൻ ലൈബ്രറി പറഞ്ഞില്ലേ. ലൈബ്രറി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബസ് സ്റ്റാൻഡ് ആണെങ്കിലും ബസ് സ്റ്റോപ്പ് ആണെങ്കിലും മാർക്കറ്റ് ആണെങ്കിലും ഒക്കെ അതൊരു എക്സാക്ട് പ്ലേസ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ മുമ്പിൽ അറ്റ് ചേർക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31. യൂസ് അപ്രോപ്രിയേറ്റ് പ്രൊപ്പോസിഷൻ. മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഡ്രിങ്ക്. ഗുഡ് കാണുമ്പോൾ നമ്മൾ ആൻസർ എഴുതി പോകും. ഓക്കെ. ദിലീപ് തെക്കിൻകാട്ടില് ഞാൻ കമന്റ് കാണുന്നുണ്ടോന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അടിച്ചതാണ് അല്ലെ ദിലീപേ? മാണ്ട നമ്മളെ കണ്ണൂരുകാരെ സ്വഭാവം അറിയില്ല. അപ്പൊ യൂസ് അപ്രോപ്രിയേറ്റ് പ്രൊപ്പോസിഷൻ. മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഡ്രിങ്ക്. എനിക്കറിയാം നിങ്ങൾ പലരും അറ്റെഴുതിപ്പോയെന്ന് എനിക്കറിയാം. പലരും അറ്റെഴുതി പോയിട്ടുണ്ട്. കാരണം ഗുഡറ്റ് നമ്മൾ പഠിച്ചത്. സത്യത്തിൽ അതല്ല ആൻസർ. ഇവിടെ ഗുഡ് 2 ആണ്. എന്തുകൊണ്ട്? സാധാരണ രീതിയിൽ ഗുഡ് വെച്ചിട്ടൊരു ചോദ്യം വന്നാൽ ഒരു 90% അറ്റായിരിക്കും ആൻസർ. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ 2 ആയി പോയത്? അവിടെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ അതൊന്ന് വിശദമാക്കി പറഞ്ഞിട്ട് പോകാം. 3 തരത്തിലുള്ള ആൻസർ വരാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് ഗുഡറ്റ് ആയിരിക്കും ശരി, ചിലപ്പോൾ ഗുഡ് 2 ആയിരിക്കും ശരി, ഇനി ചിലപ്പോൾ അത് ഗുഡ് 4 ആയിരിക്കും ശരി. ഓക്കെ. ബാസ്റ്റിൻ, ഞാൻ കണ്ണൂരാണെന്നോ? ബാസ്റ്റിന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നാടൊന്നുമില്ല. ബാസ്റ്റിന് ഞാനിങ്ങനെ ഒഴുകി നടക്കുന്ന മനുഷ്യനാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഗുഡറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എബിലിറ്റിയാണ് പറയുന്നതെങ്കിൽ, ഒരാളുടെ കഴിവിനെ കുറിക്കാൻ എന്തെങ്കിലും ഒരു എബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അവിടെ വേറെ ഒന്നും വേണ്ട. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഗുഡറ്റ് ആയിരിക്കും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള യൂസേജ് ആണ് പറയുന്നതെങ്കിൽ, ഉപയോഗമാണ് പറയുന്നതെങ്കിൽ, അപ്പൊ ഏതായിരിക്കും? ഗുഡ് 2 ഉപയോഗിക്കാം, ഗുഡ് അറ്റും ഉപയോഗിക്കാം, ഗുഡ് 4 ഉപയോഗിക്കാം, ഷുഹൈബേ ഉപയോഗിക്കാം. ഇനി അത് എവിടെയാണ്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഗുഡ് അറ്റ് വെച്ചിട്ട് ദിലീപ് ഈസ് ഗുഡ് അറ്റ്. ദിലീപ് വളരെ മികച്ചതാണ്. ഇതില് ദിലീപ് ഈസ് ഗുഡ് അറ്റ് കമന്റിങ് അല്ലേ? നമുക്ക് വേറെ എന്തിലാക്കാം. ദിലീപ് ഈസ് ഗുഡ് അറ്റ് ഡ്രോയിങ്. ദിലീപിന് ചിത്രം വരയ്ക്കാനുള്ള നല്ല കഴിവുണ്ട്. അപ്പൊ ദിലീപ് ഈസ് ഗുഡ് അറ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. അതൊരു എബിലിറ്റിയെ കുറിക്കാനാണ് പറയുന്നത്. എന്നാൽ ഗുഡ് 2 എന്ന് പറയുന്നത് ഉപയോഗത്തെ കുറിക്കാനെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പോ മിൽക്ക് ഈസ് ഗുഡ് ടു ഡ്രിങ്ക് അല്ലേ? മിൽക്ക് ഈസ് ഗുഡ് ടു ഡ്രിങ്ക്. കുടിക്കാൻ നല്ലതാണ്. അത് പാലിന്റെ ഒരു ഉപയോഗത്തെ കുറിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ 4 എവിടെയാണ് ഉപയോഗിക്കുക? പറയൂ. 4 മിൽക്ക് ഈസ് ഗുഡ്
ഫോർ ഹെൽത്ത്. അപ്പൊ ശ്രദ്ധിക്കണം, രണ്ട് ഉപയോഗം തന്നെ, രണ്ടും പാലിന്റെ ഉപയോഗമാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഒരു വെർബ് വെച്ചിട്ടും രണ്ടാമത് പറഞ്ഞത് നൗൺ വെച്ചിട്ട്. ഡ്രിങ്ക് ഒരു വെർബാണ്. അപ്പോ ഉപയോഗം പറയുമ്പോൾ വെർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെർബിന്റെ മുമ്പിൽ ഗുഡ് ടു വരും. ഒരു നൗൺ നാമമാണെങ്കിൽ ഹെൽത്ത് ഒരു നാമമാണ്, അതുകൊണ്ട് ഗുഡ് ഫോർ വരുന്നു. ഈ മൂന്നെണ്ണം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. മൂന്നും പരീക്ഷയ്ക്ക് വരാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. ഒരു ബോണസ് മാർക്ക് കിട്ടിയില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. പറഞ്ഞോളൂ, ഏതാ അവിടെ ശരി ഉത്തരം? സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. സാം ഈസ് വെരി ഗുഡ് മാത്തമാറ്റിക്സ്. ഇവിടെ എബിലിറ്റിയെ കുറിക്കുന്നത് കൊണ്ട് ഓപ്ഷൻ ബി ആയ അറ്റ് ആണ് ശരി. ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. 33ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. ഡു നോട്ട് ലാഫ് ഡാഷ് ദ പുവർ. ഡു നോട്ട് ലാഫ് ഡാഷ് ദ പുവർ. പുവർ എന്ന് ഉദ്ദേശിച്ചത് പാവപ്പെട്ടവരാണ്. ഇവിടെ പുവർ എന്ന് പറഞ്ഞത്, പുവർ എന്ന് ഉദ്ദേശിച്ചത് പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്. ദരിദ്രരായിട്ടുള്ള ആളുകളെ കളിയാക്കരുത്. കളിയാക്കുക എന്ന അർത്ഥത്തിൽ, മോക്ക് ചെയ്യുക, കളിയാക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു 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 പ്രപ്പോസിഷണൽ വെർബാണ് ലാഫ് അറ്റ് എന്ന് പറയുന്നത്. ലാഫ് അറ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്നാണ്. ലാഫ് കണ്ടാൽ പിന്നെ അതിനപ്പുറത്ത് അറ്റായിരിക്കും ഉണ്ടാവുക. ലാഫ് അറ്റ്. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആ ശരി ഉത്തരം. 33, 34. Fill in the space using the correct preposition. ഹസീനയെ അനീഷയൊക്കെ അവിടെ നിന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. Fill in the space using the correct preposition. I was born dash Mumbai. ഞാൻ മുംബൈയിലാണ് ജനിച്ചത്. ഒരാൾ ജനിച്ച സ്ഥലമൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് രണ്ട് പ്രപ്പോസിഷൻസ് ആണ്. ഒന്ന് അറ്റ്, ഒന്ന് ഇൻ. അല്ലേ? ലിൻഡ, ശ്രേയ, ഷുഹൈബ്. നമ്മൾ ഷുഹൈബ് വാസ് ബോൺ. ഷുഹൈബ് ജനിച്ചത് കുറുക്കമൂലയിലാണ്. എങ്ങനെയാ ഷുഹൈബ് പറയാ? ഷുഹൈബ് വാസ് ബോൺ അറ്റ് കുറുക്കമൂല. അതെന്താ അറ്റ് കുറുക്കമൂല എന്ന് പറയാൻ കാരണം? കുറുക്കമൂല അങ്ങനെ എല്ലാവർക്കും അറിയാത്ത സ്ഥലമാണ്. ഷുഹൈബിന്റെ നാട്ടിൽ ഒരു കുഞ്ഞു സ്ഥലം അല്ലെ ഷുഹൈബ്? ഷുഹൈബിന്റെ നാട്ടില് ഒരു ചെറിയ പ്രദേശമാണ് കുറുക്കമൂല. അപ്പൊ കുറുക്കമൂലയുടെ മുമ്പിൽ അറ്റ്, കാരണം അത് ആർക്കും അറിയാത്തത്ര ഫേമസ് അല്ലാത്ത ഒരു എക്സാക്ട് പ്ലേസ് ആണ്. പക്ഷെ ജനിച്ചത് വല്ല ബോംബെയിലോ ദുബായിലോ വല്ല ഡൽഹിയിലൊക്കെ ആണെങ്കിലോ, വലിയ സ്ഥലങ്ങളാണെങ്കിലോ, വലിയ സ്ഥലങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഉപയോഗിക്കുന്നു. അല്ലേ? റോഷനെ, ഇനി ജനിക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് അമേരിക്കയിൽ പോയി ജനിക്കണം അല്ലേ? പറയാനൊരു സുഖമുണ്ട്. ഈ കുറുക്കമൂലയിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? തിരുവനന്തപുരം എയർപോർട്ടിന്റെ അടുത്താണോ താമസം ഷജിൻ ഷാ? ഓക്കെ, എന്നാൽ എയർപോർട്ട് വരുമ്പോൾ കാണാം. അപ്പൊ ഇൻ മുംബൈ. 35ാമത്തെ ചോദ്യം. ഷീ സിറ്റ്സ് ഡാഷ് ആൻ ആം ചെയർ. ഏതാ അവിടെ ശരി ഉത്തരം? ഷീ സിറ്റ്സ് ഡാഷ് ആൻ ആം ചെയർ. പറഞ്ഞോളൂ. ഷീ സിറ്റ്സ് ഡാഷ് ആൻ ആം ചെയർ. വിഷ്ണു ആർവി, സാധാരണ രീതിയിൽ കസേരയിൽ നമ്മൾ എവിടെ ഇരിക്കുക? കസേരന്റെ മുകളിലായിരിക്കുക. മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ കസേരയിൽ ഇരുന്നു എന്ന് പറയും. മലയാളികൾ അങ്ങനെയാണ്. മലയാളികളൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തിരി കൂട്ടി പറയും. പക്ഷെ ഇംഗ്ലീഷുകാർ അങ്ങനെയല്ല പറയല്. അയ്യോ പ്രശ്നമാവോ? അവിടെ സമരത്തിലിരുന്ന ആൾക്കാരൊക്കെ വരുമോ? മലയാളത്തിനെ കുറ്റം പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞാട്ടോ. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ കസേരയിൽ, ബെഞ്ചിൽ എന്നൊക്കെ പറയാ അല്ലെ? കസേരയിൽ, ഇൽ, ബെഞ്ചിൽ. അപ്പൊ നമ്മൾ ഇന്നല്ല ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇൻ ദ ബെഞ്ച് എന്ന് പറയില്ല അല്ലെ? ഇൻ ദ ഡെസ്ക് എന്ന് പറയില്ല, ഇൻ ദ ചെയർ എന്ന് പറയില്ല. കാരണം നമ്മൾ ഇരിക്കുന്നത് കസേരയുടെ മുകളിൽ കയറിയിട്ടാണ്. നമ്മളിരിക്കുന്നത് ബെഞ്ചിന്റെ മുകളിലാണ്. നമ്മളിരിക്കുന്നത് ഡെസ്കിന്റെ മുകളിലാണ്, എല്ലാത്തിന്റെ മുകളിലാണ്. പക്ഷെ എന്നിട്ട് മലയാളത്തിൽ നമ്മൾ ഇൽ ഇൽ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇംഗ്ലീഷുകാർ അങ്ങനെ പറയില്ല. ഇംഗ്ലീഷുകാർ ഇന്നിന് പകരം സത്യസന്ധമായിട്ട് ഓണ് 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 എന്നേ പറയൂ. ഓൺ ദ ബെഞ്ച്, ഓൺ ദ ഡെസ്ക്, ഓൺ ദ ചെയർ. ഇനി വേറൊരു സാധനമുണ്ട്, ചാരു ബെഞ്ച്, ചാരു കസേര. നമ്മുടെ വീട്ടിലുണ്ടത്. നമ്മളെ പഴയ കാരണവന്മാരൊക്കെ ഇരിക്കുന്ന, അപ്പൂപ്പന്മാരൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? അതിങ്ങനെ ഉണ്ടാവുക. അതിലിരിക്കുമ്പോൾ കുനിഞ്ഞ് അതിനകത്ത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കുക അല്ലേ? കിഷൻ ചന്ദ്രനെ
അതിനുള്ളിലേക്ക് ഇറങ്ങി കിടക്കുക ചെയ്യുക. അതുകൊണ്ട് ആം ചെയർ എന്ന് പറഞ്ഞാൽ ചാരു കസേര, ആം ചെയറിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇന്ന് ഉപയോഗിക്കാം. ആം ചെയറിന്റെ മുമ്പിൽ ഇന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി ആണ്. മറ്റ് ചെയർ സാധാരണ ചെയർ ആണെങ്കിലും സാധാരണ കസേരയാണെങ്കിൽ സാധാരണ ബെഞ്ച് ആണെങ്കിലും ഓൺ ആണെന്നുള്ളത് മറക്കണ്ട. 36ാമത്തെ ചോദ്യം, ഷീ ഹാഡ് നോ ഡിഫിക്കൽട്ടി ഡാഷ് ദ എക്സാം. ഏതാ അവിടെ ശരി ഉത്തരം? വളരെ സിമ്പിൾ ആണ്. ഷീ ഹാഡ് നോ ഡിഫിക്കൽട്ടി ഡാഷ് ദ എക്സാം. ഞങ്ങളുടെ നാട്ടിൽ മടിയൻ ചെയർ, ഏത് ചാരു കസേര നിങ്ങളുടെ നാട്ടിൽ മടിയൻ ചെയർ എന്നാണ് വിളിക്കുക. ദൃശ്യ, ഇതെന്ത് നാടാത്? ഇങ്ങനെയൊക്കെ പറയാവോ? നമ്മളെ ആദരണീയരായ പൂർവികരൊക്കെ ഇരുന്നില്ല, നമ്മളെ കഥാകൃത്ത് തകഴി ശിവശങ്കരയും വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ചാരി ഇരുന്ന് കഥ എഴുതിയ ആം ചെയറിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല കേട്ടോ. മടിയൻ കസേര. ആരാത് പറഞ്ഞത്? ഏത് നാടാത്? ഇപ്പൊ തന്നെ നടപടി എടുക്കണം. അപ്പൊ 36ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഏതാ? ഇൻ പാസിംഗ് ആണ്. അതെന്തുകൊണ്ടാ? ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. ഡിഫിക്കൽട്ടി ഇന്നാണ്. എന്നാൽ അതിന്റെ അപ്പുറത്ത് ഈ കൾട്ടി ഇല്ലാതെ ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കുക. ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഡിഫിക്കൽട്ട് 2 ആയിരിക്കും കേട്ടോ, 2 ആയിരിക്കും. അപ്പൊ ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, മറക്കണ്ട. അടുത്ത ചോദ്യം 37. He takes pride dash his son. Okay. He takes pride dash his son of, in, and about, for. ഏതാ ശരി ഉത്തരം? വളരെ സിമ്പിൾ ആണ്. ഇൻ ആണ്. ഇത് ഒരു ഫ്രേസ് ആണ്. ടേക്ക് പ്രൈഡ് ഇൻ. ടേക്ക് പ്രൈഡ് ഇൻ എന്നാണ്. അഭിമാനം കൊള്ളുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്. ടേക്ക് പ്രൈഡിന്റെ കൂടെ എപ്പോഴും ഇൻ തന്നെയായിരിക്കും. പെൻ ഇസ് വെരി യൂസ്ഫുൾ ഡാഷസ്. ഏതാ അവിടെ ശരി ഉത്തരം? പെൻ ഇസ് വെരി യൂസ്ഫുൾ ഡാഷസ്. യൂസ്ഫുൾ ഓപ്ഷൻ ബി ആ ശരി ഉത്തരം. യൂസ്ഫുൾ ടു അസ്. 39ാമത്തെ ചോദ്യം. ഇത് 2 ആണ് കേട്ടോ, ബി. ഈ ക്ലാസിന്റെ ലിങ്ക് കിട്ടും. നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഇറ്റ്സ് മീ. ഗ്രൂപ്പിന്റെ ജോയിൻ ചെയ്യാൻ നമ്പർ ഞാൻ അവസാനം പറയാം. പെൻ ഇസ് വെരി യൂസ്ഫുൾ കഴിഞ്ഞു. സോറി, ഗീത ഇസ് റൈറ്റിംഗ് ആൻ എസ്സേ ഡാഷ് ദ ന്യൂ എക്കണോമിക് പോളിസി. ഗീത ഒരു എസ്സേ എഴുതുകയാണ്. എന്തിനെ കുറിച്ചാ? എക്കണോമിക് പോളിസിയെ കുറിച്ച്, പുതിയ സാമ്പത്തിക നയത്തെ കുറിച്ചാണ്. ദ ന്യൂ എക്കണോമിക് പോളിസി. ഇതൊരു ടോപ്പിക്കാണ്. ഒരു ടോപ്പിക്ക് നമ്മൾ പ്രസംഗിക്കാനോ എഴുതാനോ ഒക്കെ എടുക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ചർച്ച ചെയ്യാൻ എടുക്കുന്ന ഒരു ടോപ്പിക്കില്ല. ടോപ്പിക്കുകളുടെ മുമ്പിൽ കുറിച്ച് എന്ന അർത്ഥത്തിൽ എബൌട്ടിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓണാണ്. എബൌട്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓണാണ്. അപ്പൊ ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ഓൺ ദ ന്യൂ എക്കോണമിക് പോളിസി. ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മുമ്പിൽ നമ്മൾ ഓൺ ഗ്ലോബൽ വാർമിംഗ്. ഐ എം ഗോയിങ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ഗ്ലോബൽ വാർമിംഗ്. ഞാൻ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഒരു സ്പീച്ച് നടത്താൻ പോവാണ്. ഐ എം ഗോയിങ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ഗ്ലോബൽ വാർമിംഗ്. അവിടെ ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ടോപ്പിക്കാണ്. 40ാമത്തെ ചോദ്യം, നെവർ ട്രൈ ടു റിലേ ഡാഷ് ഫൂളിഷ് പീപ്പിൾ. ഏതാ ശരി ഉത്തരം? ലളിതമാണ്, സിമ്പിളാണ്. നെവർ ട്രൈ ടു റിലൈ ഓൺ. റിലൈ എന്ന് പറഞ്ഞ വാക്കിന്റെ കൂടെ റിലൈ ഓൺ, അതായത് ട്രസ്റ്റ്, വിശ്വസിക്കുക, ആശ്രയിക്കുക എന്ന് പറയും. ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റിലൈ ഓൺ. റിലേ കണ്ട റിലേന്റെ കൂടെ ഓൺ ഉണ്ടാവും. ഒരു പ്രൊപ്പോസിഷണൽ വെർബാണ്. 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഹീസ് ജലസ് ഡാഷ് യുവർ പോപ്പുലാരിറ്റി. ജലസ് കണ്ടു കഴിഞ്ഞാൽ ജലസിന്റെ കൂടെ ജലസ്, അതുപോലെ എൻവിയസ്, ഈ 2 വാക്കിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രൊപ്പോസിഷനാണ് ജലസ് ഓഫ് ആൻഡ് എൻവിയസ് ഓഫ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ജലസ് ഓഫ്, എൻവിയസ് ഓഫ്. സൈഡ് യെസ്, രണ്ടിന്റെ കൂടെയും ഓഫാണ്. അടുത്ത 42ാമത്തെ ചോദ്യം, ഹി ടുക്ക് റിവെഞ്ച് ഡാഷ് ഹിസ് ഫോസ്. ഫോ എന്ന് പറഞ്ഞ ശത്രുവാണ്, എനിമി.
അപ്പൊ ശത്രുക്കളോട് വെല്ലുവിളിക്കുക അല്ലെ, ടു റിവെഞ്ച്. വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു ശൈലിയുണ്ട്, ടേക്ക് റിവെഞ്ച് ഓൺ. ടേക്ക് റിവെഞ്ച് ഓൺ ആണ് എന്നുള്ളത് മറക്കണ്ട. ടേക്ക് റിവെഞ്ച് ഓൺ. 43-ാമത്തെ ചോദ്യം, യു ക്യാൻ സീ ദ ഐലൻഡ് ഡാഷ് ഹിയർ. നിങ്ങൾക്ക് ഐലൻഡ് എവിടെ നിന്ന് കാണാം? ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഏതാ? ഓപ്ഷൻ എ ആണോ, 4 ആണോ, ഓൺ ആണോ, ബൈ ആണോ, ഫ്രം ആണോ? ഫ്രം ആണ്. 43ന്റെ ആൻസറും കിട്ടി. 44-ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു. The school is now assembled. The morning prayer. അസംബിൾഡിന്റെ കൂടെ ഏതായിരിക്കും വരുന്ന പ്രൊപ്പോസിഷൻ? അസംബിൾഡ്. 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 അസംബിൾഡ് കേൾക്കുമ്പോഴാണ് ഓപ്ഷൻ എ 4, ബി 2, സി വിത്ത് ഡി ഇൻ. അസംബിൾഡിന്റെ കൂടെ അസംബിൾഡ് 4 എന്നാണ് പറയുക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 45-ാമത്തെ ചോദ്യം, ഐ എം ഫെമിലിയർ ദാറ്റ് ദിസ് ലൊക്കാലിറ്റി. ഈ ലൊക്കാലിറ്റിയെ എനിക്ക് പരിചയമുണ്ട്. ഫെമിലിയർ. ഫെമിലിയറിന്റെ കൂടെ ഏതാണ് ഉപയോഗിക്കുക? ശ്രദ്ധിക്കേണ്ട ഒരു ആൻസർ ആണ്. ഫെമിലിയർ. ഫെമിലിയർ. ഫെമിലിയറിന്റെ കൂടെ സാധാരണ വിത്തും ഉപയോഗിക്കാറുണ്ട്, ടൂവും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഫെമിലിയർ വിത്താണ്. എന്തുകൊണ്ട്? ഞാൻ ഉദാഹരണം പറയാം. I am familiar dash this word. എനിക്ക് ഈ വാക്ക് പരിചയമുണ്ട്. ഏതാ വരിക? നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. 2, this word is familiar dash me. ഇവിടെ ഏതാ ശരി ഉത്തരം? ആദ്യത്തിന്റെ ആൻസർ വിത്ത് ആണ്. കാരണം ഫെമിലിയർ വിത്ത് സംതിങ് ആണ്. രണ്ടാമത്തതിന്റെ ആൻസർ ടു ആണ്. ഫെമിലിയർ വിത്ത് സംബഡി ആണ്. ഇതാണ് അതുപോലുള്ള ഡിഫറൻസ് ഓർത്ത് വെക്കുക. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പലർക്കും കൺഫ്യൂഷൻ ആവാറുള്ള ഒരു ചോദ്യമാണ്. 45-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. 45 കണ്ടത്. 46-ലേക്ക്. ഷീ സേവ്ഡ് ഹിം ഡാഷ് ഡ്രോണിങ്. സിമ്പിൾ ആയിട്ടും ഒറ്റ വായനയിൽ നിന്ന് കിട്ടും അല്ലെ. എന്തെങ്കിലും ഒന്നിൽ നിന്നൊരാളെ പ്രിവെന്റ് ഫ്രം എന്ന് പറയാൻ, പ്രിവെന്റ് എന്ന് പറയാൻ തടയുക എന്ന അർത്ഥത്തിൽ, പ്രിവെന്റ് ഫ്രം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രപ്പോസിഷനാണ് ഇത്. സേവ് ഫ്രം. സേവ് ഫ്രം, പ്രിവെന്റ് ഫ്രം. ഓക്കെ. ഡ്രോണിങ് എന്ന് പറഞ്ഞാൽ മുങ്ങിച്ചാവുക, മുങ്ങി മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. Don't pry dash other people's secrets. മറ്റുള്ള ആൾക്കാരുടെ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കരുത്. എത്തി നോക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗം ഏതാണ്? വിത്ത്, ഓൺ, ഇൻടു, ബൈ. എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് pry into. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഇതാ നമ്മൾ 48-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ഓൾഡ് മാൻ ഷെയർഡ് ഹിസ് പ്രോപ്പർട്ടി. വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ വീതം വെച്ചു. ആർക്കാ വീതം വെച്ച? ആർക്കിടയിലാ? ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും, ഹിസ് സൺ, അദ്ദേഹത്തിന്റെ മകനും, ആൻഡ് ഹിസ് സിസ്റ്റർ, അദ്ദേഹത്തിന്റെ സഹോദരിക്കും. അവർക്കിടയിലാണ് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ വീതം വെച്ചത്. അപ്പൊ ഇടയിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന 2 പ്രപ്പോസിഷൻസ് ഉണ്ട്. ഒന്ന് യമങ്, മറ്റൊന്ന് ബിറ്റ്വീൻ. രണ്ടിന്റെ അർത്ഥം ഇടയിൽ നിന്ന. കുറെ ആൾക്കാർ, 2ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, 2+ ആൾക്കാരുണ്ടെങ്കിൽ യമങ്ങും, 2 പേരിൽ മാത്രമാണെങ്കിൽ അവർക്കിടയിൽ, അല്ലെങ്കിൽ 2 വസ്തുവിന്റെ 2 ആൾക്കാർക്കിടയിലാണെങ്കിൽ ബിറ്റ്വീൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഒരു ചതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എണ്ണി നോക്കുമ്പോൾ 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും യമങ് ആണോ? അല്ല. അതാണ് ഇവിടുത്തെ ചതി. കാരണം 2ൽ കൂടുതൽ ആളുണ്ട് എങ്കിൽ എമംഗ് ആണ്. എമംഗ് ദ പീപ്പിൾ, എമംഗ് ദ സ്റ്റുഡൻസ്, അല്ലേ? എമംഗ് ദ PSC ആസ്പിരൻസ്, അങ്ങനെ നമുക്ക് എന്ത് പറയാം, എമംഗ്. പക്ഷേ ബിറ്റ്വീൻ
ടു ഡിസ്കസ് ബിറ്റ്വീൻ ആരാ വാവ ആൻഡ് അനീഷ, ബിറ്റ്വീൻ ബേബി ആൻഡ് കൃഷ്ണ. കാരണം 2 പേരല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ 3 പേരുണ്ട്. ഈ 3 പേര് അവരുടെ പേരെടുത്ത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ട് 2ൽ കൂടുതൽ ആളുണ്ടെങ്കിലും അവരെ ഓരോരുത്തരെയും എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഓക്കെ, അതിലൊരു ക്ലൂ കൂടിയുണ്ട്. ഈ ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ എപ്പോഴും ആ സെന്റൻസിൽ തൊട്ടപ്പുറത്ത് ഒരു ആൻഡ് ഉണ്ടാവും. ഇവിടെ ഒരു ആൻഡ് കണ്ടോ നിങ്ങൾ? ഈ ആൻഡ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ ബിറ്റ്വീൻ ആൻഡ് എന്നാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് മറക്കണ്ട. അടുത്ത നമ്മൾ 49ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 49ലേക്ക് വരാം. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആട്ടോ, പറയാൻ വിട്ടുപോയി. ഓക്കെ, 49. There is nothing to worry dash. വെറി കണ്ടാൽ തന്നെ ആൻസർ ഇങ്ങോട്ട് വരും. വെറി എന്ന് പറയുമ്പോൾ അറിയാതെ ഞാൻ തന്നെ പറഞ്ഞു പോവാണ് ആൻസർ. വെറി അബൌട്ട് അല്ലേ? There is nothing to worry about. ഏതാ ശരി ഉത്തരം? ഓപ്ഷൻ ബി. അത് നമ്മുടെ നാക്കിൽ അങ്ങോട്ട് വരും വെറി എന്ന് കേൾക്കുമ്പോൾ തന്നെ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? Fill in the blanks with the suitable preposition have been staying here dash 2005. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ മാർക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഇവ ചാറ്റ് ബോക്സിലല്ല ടൈപ്പ് ചെയ്യേണ്ടത്. ചാറ്റ് ബോക്സിന്റെ പുറത്ത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യില്ലേ? അപ്പോൾ ഈ ക്ലാസ് എല്ലാ ദിവസവും കൃത്യമായി ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോയുടെ ഈ ചാറ്റ് ബോക്സിന്റെ പുറത്ത് താഴെ കമന്റ് അടിക്കുന്നിടത്ത് നിങ്ങൾ നമ്മുടെ ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ അത് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ അവസാനത്തെ ചോദ്യത്തിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്കറിയാം ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് 2005. അതുകൊണ്ട് സിൻസ് ആണ് ഇവിടെ ശരി ഉത്തരം. അപ്പോൾ കമന്റിന്റെ ഭാഗത്ത് നിങ്ങളുടെ മാർക്കൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. അപ്പോൾ 50ൽ 49 50 മാർക്കൊക്കെ വാങ്ങിയവരുണ്ട്, 35 40 മാർക്ക് വാങ്ങിച്ചവരുണ്ട്. 40 മാർക്കൊക്കെ നല്ല മാർക്ക് തന്നെയാണ്, ആരും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം.